ജോലിക്കിടെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂലിപ്പണിയെടുത്ത് അന്നന്നത്തെ ചെലവ് കഴിഞ്ഞു പോകുന്ന കുടുംബത്തിന് വലിയൊരു ദുരന്തമാവും. കാരണം വലിയൊരു ഭീമമായിട്ടുള്ള ഹോസ്പിറ്റൽ ചെലവ്, മറ്റ് ചെലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. ഞാനിന്ന് മലപ്പുറം കലക്ട്രേറ്റിലായിരുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിലുള്ള ആരെങ്കിലുമൊക്കെ ജോലിക്കിടെ എന്തെങ്കിലും അപകടം സംഭവിച്ച് അവർക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, മറ്റു നഷ്ടപരിഹാരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ കോടതിയുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലില്ല. മലപ്പുറം ജില്ലക്കാർക്കുള്ള ചാർജ് പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുമുണ്ട്. പക്ഷേ നമ്മൾ മലപ്പുറം ജില്ലക്കാർ പാലക്കാട് ജില്ലയിലാണ് ഇതിൻ്റെ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു വക്കീലിനെ കണ്ടെത്തി നമ്മൾ ഇതിൻ്റെ കേസ് ഫയൽ ചെയ്യണം. അതിന് നമുക്ക് മറ്റ് ചിലവുകളൊന്നുമില്ല, വക്കീൽ ചിലവൊന്നുമില്ല. കാരണം സാധാരണഗതിയിൽ ഇത് ചെയ്യുന്ന വക്കീലുമാരൊക്കെ ഇതിൻ്റെ നമുക്ക് നഷ്ടപരിഹാരം പാസ്സാകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതമാണ് അവൻ്റെ ഒരു ഇത്ര ശതമാനമുണ്ട്, അതാണ് അവർക്ക് നൽകേണ്ടത്. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ അവർ നടത്തിപ്പോരും. സാധാരണഗതിയിൽ ഒരു 4-5 മാസം കൊണ്ട് ഇത് പാസ്സാകും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡ്, അതേപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷാ ഫോം, അതേപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട്, അതേപോലെ തന്നെ ബില്ലുകൾ, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ 1-2 തവണ ഹിയറിങ്ങിന് വിളിക്കും. അതേപോലെ തന്നെ ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ ലേബർ ഓഫീസറെ വിളിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് തേടും. കൃത്യമായിട്ട് അത് അന്വേഷിക്കും. അതേപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കൃത്യമാണോ എന്ന് അന്വേഷിക്കും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമുക്ക് ചിലവായിട്ടുള്ള എത്ര വലിയൊരു സംഖ്യയാണെങ്കിലും അതിൻ്റെ മെഡിക്കൽ ബില്ലിൻ്റെ തുക നമുക്ക് അനുവദിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു കോമ്പൻസേഷൻ, നഷ്ടപരിഹാരവും നമുക്ക് അനുവദിക്കും. അത് നമ്മുടെ ഏജും അതേപോലെ തന്നെ നമ്മുടെ ജോലിയുടെ സീനിയോറിറ്റിയൊക്കെ പ്രകാരമാണ് സാധാരണ അത് അനുവദിക്കാറുള്ളത്. സാധാരണഗതിയിൽ ഇതാരും കൊടുക്കാറില്ല. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ആരെങ്കിലും കണ്ടിട്ട് ഉപകാരം ആകട്ടെ.